വാർത്തകളിലേക്ക് വിശദമായി. എം ശിവശങ്കറിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. കാര്യമായ ന്യൂറോ പ്രശ്നങ്ങളില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കരമനയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നുമാണ് ശിവശങ്കറിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, വിദഗ്ധ ചികിത്സയ്ക്കായാണ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. അദ്ദേഹത്തിന്റെ ആരോഗ്യം സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉച്ചയ്ക്ക് 2:30 തിരുവനന്തപുരം കരമനയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് എം ശിവശങ്കറെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. ആദ്യം അദ്ദേഹത്തെ അവിടുത്തെ അത്യാഹിത വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചത്. അവിടെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം അദ്ദേഹത്തെ പരിശോധിച്ചു. അദ്ദേഹത്തിന്റെ അസ്ഥിരോഗ സംബന്ധമായ ചികിത്സയാണ് വേണ്ടതെന്ന നിഗമനത്തിലാണ് ഡോക്ടർമാർ എത്തിച്ചേർന്നത്. അദ്ദേഹത്തെ ന്യൂറോ വിഭാഗത്തിലേക്കോ അസ്ഥിരോഗ വിഭാഗത്തിലേക്കോ മാറ്റാനായിരുന്നു ആലോചന. അപ്പോഴാണ് ഡോക്ടർമാരുടെ പരിശോധനയ്ക്കൊടുവിൽ അസ്ഥിരോഗ വിഭാഗത്തിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് മാറ്റാൻ തീരുമാനമെടുത്തത്. അദ്ദേഹത്തിന്റെ സ്വകാര്യ ആശുപത്രിയിലെ മെഡിക്കൽ റിപ്പോർട്ടും അത്തരത്തിലായിരുന്നു. ഡിസ്ക് സംബന്ധമായ പ്രശ്നമുണ്ട്, പുറം വേദനയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്, മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. നേരത്തെ സീത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുവന്ന് ആലോചിച്ചിരുന്നുവെങ്കിലും അവിടെ ഇന്ന് OPകൾ സാധാരണ പോലെ പ്രവർത്തിക്കുന്ന ദിവസമല്ല, അവധി ദിവസമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നത്. ഒരുപക്ഷെ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരിക്കും. കാരണം കസ്റ്റംസിന്റെ നിരീക്ഷണത്തിലുള്ള പ്രതിയാണ്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടാകുന്ന തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട്. കസ്റ്റംസ് അദ്ദേഹത്തെ കസ്റ്റഡി എടുക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കസ്റ്റംസ് ആവശ്യപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ തുടർ ചികിത്സയ്ക്കും അദ്ദേഹത്തിന്റെ പരിശോധനയ്ക്കുമായി മെഡിക്കൽ ബോർഡിനെ നിയമിച്ചേക്കും. അത്തരം കാര്യങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം മെഡിക്കൽ കോളേജിലെ അസ്ഥിരോഗ വിഭാഗത്തിലാണ് ചികിത്സയിലുള്ളത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. എം ശിവശങ്കറിനെ ആശുപത്രിയിൽ നിന്നും മാറ്റുന്നത് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത ജീവനക്കാരനെ അറസ്റ്റ് ചെയ്തു. കരമനയിലെ സ്വകാര്യ ആശുപത്രി സുരക്ഷാ ജീവനക്കാരൻ കിരണിനെയാണ് അറസ്റ്റ് ചെയ്തത്. ശിവശങ്കറിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനായി ആംബുലൻസിലേക്ക് കയറ്റുന്ന സമയത്താണ് ഇയാൾ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തത്. വിദേശത്തേക്ക് പണം കടത്തിയ കേസിൽ സ്വപ്ന സുരേഷിനൊപ്പം ശിവശങ്കറിനെയും പ്രതിയാക്കാനാണ് കസ്റ്റംസിന്റെ നീക്കം. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത ശേഷം ശിവശങ്കറിനെ കസ്റ്റംസ് ചോദ്യം ചെയ്യും. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷ് വിദേശത്തേക്ക് $1,90,000 കടത്തിയതായി കസ്റ്റംസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. UAE കോൺസുലേറ്റിലെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ചാണ് നിയമവിരുദ്ധമായി ഡോളർ കടത്തിയത് എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. കസ്റ്റംസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ ഇക്കാര്യം വിശദീകരിക്കുന്നുണ്ട്. ശിവശങ്കറിനൊപ്പം വിദേശത്തേക്ക് യാത്ര ചെയ്തപ്പോഴാണ് സ്വപ്ന പണം കടത്തിയതെന്നാണ് കസ്റ്റംസിന്റെ നിഗമനം. 6 തവണ ഇവർ ഒരുമിച്ച് വിദേശയാത്ര നടത്തിയിരുന്നു. വലിയ തോതിൽ പണം കടത്താൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കറിന്റെ ഒത്താശയുണ്ടെന്നാണ് കസ്റ്റംസിന്റെ ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മൊഴി രേഖപ്പെടുത്താനും വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുമാണ് നീക്കം. ഒരു ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട് കൊടുക്കണ്ടേ? അല്ല, ഇന്നലെയല്ല. അങ്ങനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ അസുഖം മാറിയിട്ടേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ ശിവശങ്കർ ആലോചിക്കുന്നുണ്ട്. ലൈഫ് മിഷൻ ഇടപാടിലെ കമ്മീഷൻ തുകയാണോ സ്വപ്ന ഡോളറാക്കി വിദേശത്തേക്ക് കടത്തിയതെന്ന് കസ്റ്റംസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 കൊച്ചി. കേരള കോൺഗ്രസിന് നേരത്തെ ഉണ്ടായിരുന്ന മുഴുവൻ സീറ്റുകളും വേണമെന്ന് മുന്നണി നേതൃത്വത്തോട് PJ ജോസഫ്. വിജയ സാധ്യത പരിഗണിച്ച് സീറ്റുകൾ വെച്ചുമാറാൻ തയ്യാറാണെന്നും ജോസഫ് വ്യക്തമാക്കി. സമ്മർദ്ദ തന്ത്രങ്ങളിലേക്ക് PJ ജോസഫ് കടന്നതോടെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിനാണ് കോൺഗ്രസിന്റെ ശ്രമം. ജോസ് കെ മാണി മുന്നണി വിട്ടതിന് തൊട്ടുപിന്നാലെ PJ ജോസഫ് അടുത്ത രാഷ്ട്രീയ നീക്കം ആരംഭിച്ചു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേരത്തെ മത്സരിച്ച മുഴുവൻ സീറ്റുകളും വേണം. വിജയസാധ്യത പരിഗണിച്ച് ആവശ്യമെങ്കിൽ സീറ്റുകൾ വച്ചുമാറാൻ തയ്യാറാണെന്നും PJ ജോസഫ് വ്യക്തമാക്കി. ജയസാധ്യത മാനസാറിൻ്റെ പാർട്ടി മത്സരിച്ച സീറ്റുകൾ ഞങ്ങൾ തന്നെ മത്സരിക്കുന്നതാണ് ഉചിതം എന്നങ്ങ് പറഞ്ഞു. സ്റ്റാറ്റസ് കോ എന്നുള്ളതാണ്. ചില സീറ്റ് എക്സ്ചേഞ്ച് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി എണ്ണം കുറയ്ക്കുമല്ലോ. ആരാ കുറയ്ക്കുന്നത്? ആരും കുറയ്ക്കുമല്ലോ. പാലാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ സഹോദരി സാലിയെയാണ് സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചത്. അത് വേണ്ടെന്ന് വെച്ചത് ജോസ് കെ മാണി അധ്യക്ഷനായ സമിതിയാണെന്നും ജോസഫ് പറഞ്ഞു. തിങ്കളാഴ്ച കോട്ടയത്ത് കോൺഗ്രസ് PJ ജോസഫ് ഉഭയകക്ഷി ചർച്ച നടക്കും. ജോസിന്റെ തീരുമാനത്തിൽ അണികൾ അതൃപ്തരാണെന്നും കൂടുതൽ പേർ UDFിലേക്ക് എത്തുമെന്നും മുന്നണി നേതൃത്വത്തെ ജോസഫ് അറിയിച്ചു. ഇത് മുന്നിൽ കണ്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നത്.
എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടില്ലെന്നും ജോസഫ് പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ മുന്നണി പ്രവേശന കാര്യത്തിൽ LDF-ൽ ആശയക്കുഴപ്പമില്ലെന്ന് കൺവീനർ A. വിജയരാഘവൻ. LDF യോഗം എന്ന് ചേരുമെന്ന കാര്യത്തിൽ 2 ദിവസത്തിനകം തീരുമാനം ഉണ്ടാകുമെന്നും A. വിജയരാഘവൻ പറഞ്ഞു. ഒരാക്ഷേപവുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഈ വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ആക്ഷേപവും ഇല്ല. അടുത്ത LDF യോഗം അക്കാര്യത്തിൽ തീരുമാനിക്കും. ജോസ് കെ മാണി മുന്നണി വിട്ടത് തിരക്കഥയനുസരിച്ചെന്ന് UDF കൺവീനർ MM ഹസൻ. ഇത് സംബന്ധിച്ച ഗൂഢാലോചന നേരത്തെ നടന്നിരുന്നു. നേതൃത്വം വിചാരിച്ചിരുന്നുവെങ്കിൽ ജോസിനെ ഒപ്പം നിർത്താമായിരുന്നുവെന്ന K. മുരളീധരന്റെ വാദത്തോട് പ്രതികരിക്കുന്നില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പിനെ ദുർബലപ്പെടുത്തുന്ന തീരുമാനം ഉണ്ടാവില്ല എന്നും അർഹമായ സീറ്റുകൾ നൽകുമെന്നും ഹസൻ പറഞ്ഞു. സഹകരണ സംഘങ്ങൾ ചൊവ്വാഴ്ച മുതൽ കർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ചു തുടങ്ങുമെന്ന് ഭക്ഷ്യമന്ത്രി P. തിലോത്തമൻ. നെല്ല് സംഭരണ പ്രതിസന്ധി ചർച്ച ചെയ്യാൻ പാലക്കാട് ചേർന്ന ഉദ്യോഗസ്ഥ യോഗത്തിലാണ് തീരുമാനം. നെല്ല് സംഭരണത്തിന് സഹകരണ സംഘങ്ങളെ ഏൽപ്പിച്ചിട്ടും നടപടികൾ വൈകുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ന്യൂസ് 18 ഇംപാക്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവർ സപ്ലൈകോയുമായി സഹകരണ സംഘങ്ങൾ എഗ്രിമെന്റ് വെച്ച് തിങ്കളാഴ്ച വയ്ക്കും. ചൊവ്വാഴ്ച മുതൽ സംഭരിക്കാൻ ഏർപ്പെടും. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ചൊവ്വാഴ്ച മുതൽ സഹകരണ സംഘങ്ങൾ കർഷകരിൽ നിന്നും നെല്ലേറ്റെടുത്തു തുടങ്ങുമെന്നാണ് മന്ത്രിയുടെ ഉറപ്പ്. സപ്ലൈകോ, സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ, സഹകരണ സംഘം ഭാരവാഹികൾ എന്നിവരുമായി പാലക്കാട് വെച്ച് നടന്ന ചർച്ചയിലാണ് തീരുമാനം. സഹകരണ സംഘങ്ങളുമായി തിങ്കളാഴ്ച കരാറിലേർപ്പെടും. ഇതിനു പുറമെ സപ്ലൈകോയും കർഷകരിൽ നിന്ന് നെല്ല് സംഭരിച്ച് സർക്കാർ ഗോഡൌണുകളിലേക്ക് മാറ്റും. ഏതറ്റം വരെ പോകാൻ തയ്യാറാണ്. 35 മില്ലുകൾ കൂടി വരുമ്പോൾ കുറെ പരിഹാരമാകും. അതോടൊപ്പം തന്നെ ഇനി പരിഹാരം എവിടെയെങ്കിലും ഉണ്ടാവുന്നില്ലെങ്കിൽ, എവിടെയെങ്കിലും നെല്ല് എന്നാലും മിച്ചം വരുന്നുവെങ്കിൽ അത് സംഭരിക്കാൻ സപ്ലൈകോ നേരിട്ട് സംഭരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യമായ ഗോഡൌൺ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. സംഭരണം വൈകുന്നത് മൂലം കർഷകർ കടുത്ത ദുരിതത്തിലായിരുന്നു. റോഡുകളിലും വീട്ടുമുറ്റത്തും നെല്ല് കൂട്ടിയിടേണ്ട അവസ്ഥ. പാലക്കാട് മാത്തൂരിൽ കല്യാണപ്പന്തൽ പോലും കെട്ടാൻ കഴിയാതെ കർഷകർ ബുദ്ധിമുട്ടി. കാർഷിക മേഖല മുൻഗണനയാണ് പറഞ്ഞാൽ ആദ്യം മുൻഗണനയ്ക്ക് കാർഷിക മേഖലയ്ക്കാണ് കൊടുക്കേണ്ടത്. പക്ഷെ അത് അവർ ചെയ്യണില്ലല്ലോ. അപ്പൊ ഇനി ഇതിപ്പോ ഏത് കാലത്ത് വന്ന് എപ്പോ വന്ന് കൊണ്ടുപോകും പറഞ്ഞ് ഞങ്ങൾ ചാക്കിലാക്കി വെക്കും. അത്രയ്ക്കുള്ള സജ്ജീകരണമൊന്നും ഞങ്ങളുടെ വീട് കണ്ട അറിയില്ലേ. അപ്പൊ അതിനുള്ളതൊന്നും ഞങ്ങൾക്കില്ല. സംഭരണം ഇനി വൈകരുതെന്നും കർഷകർ പറയുന്നു. ചൊവ്വാഴ്ച മുതൽ നെല്ല് സംഭരിക്കുമെന്ന മന്ത്രിയുടെ ഉറപ്പ് കർഷകർക്ക് ആശ്വാസം നൽകുന്നതാണ്. എന്നാൽ ഉറപ്പ് പാലിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം തുടരാനാണ് കർഷകരുടെ തീരുമാനം. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. കൊയ്തിട്ട നെല്ലെടുക്കാൻ ആരും വന്നില്ല. 10-20 ദിവസമായി കൊയ്തിട്ട് ഉണക്കാനും വഴിയില്ല. കാർഷിക മേഖലയ്ക്കല്ലേ മുൻഗണന പറയണേ? എവിടെ മുൻഗണന? റോഡിലും കല്യാണപ്പന്തലിലും പാടത്തും നെല്ല് കൂട്ടിയിട്ട് കർഷകന്റെ കണ്ണീർ നാടിനെ അറിയിച്ച് ന്യൂസ് 18. നടപടി എത്രത്തോളം വൈകുന്നോ അത്രത്തോളം ദുരിതത്തിലാണ് കർഷകർ. കാണേണ്ടവർ കണ്ടു. സപ്ലൈകോയുമായി സഹകരണ സംഘങ്ങൾ എഗ്രിമെന്റ് വെച്ച് തിങ്കളാഴ്ച വയ്ക്കും. ചൊവ്വാഴ്ച മുതൽ സംഭരിക്കാൻ ഏർപ്പെടും. ന്യൂസ് 18 കേരളം എന്നും ജനപക്ഷത്ത്. ഇടുക്കി ചിത്തിരപുരത്തെ ഹോം സ്റ്റേയിൽ വിഷമദ്യം കഴിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന ഹോം സ്റ്റേ ഉടമ തങ്കപ്പൻ മരിച്ചു. ഒരാഴ്ച മുൻപ് ഇയാളുടെ ഡ്രൈവർ കോലഞ്ചേരി ആശുപത്രിയിൽ മരിച്ചിരുന്നു. അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് തങ്കപ്പൻ മരിച്ചത്. ഇയാളുടെ ഡ്രൈവർ തൃശൂർ സ്വദേശി ജോബി ഒരാഴ്ച മുമ്പ് മരിച്ചിരുന്നു. കഴിഞ്ഞ മാസം 25-നാണ് തൃശൂർ സ്വദേശിയായ മനോജ് കൊണ്ടുവന്ന മദ്യം ചിത്തിരപുരത്തെ ഹോം സ്റ്റേയിൽ 3 പേരും കൂടി കഴിച്ചത്. മനോജിന് കാഴ്ച മങ്ങുകയും തങ്കപ്പനും ജോബിക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് 26-ന് ആശുപത്രിയിലെത്തിച്ചു. ഭക്ഷ്യവിഷബാധയാണെന്നാണ് ആദ്യം കരുതിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആമസോൺ വഴി വാങ്ങിയ സാനിറ്റൈസർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്പിരിറ്റാണ് കഴിച്ചതെന്ന് വ്യക്തമായത്. അന്വേഷണ സംഘം മനോജിന്റെ വീട്ടിൽ നടത്തിയ തെരച്ചിലിൽ സ്പിരിറ്റിന്റെ ബാക്കി കണ്ടെടുക്കുകയും ചെയ്തു. മനോജിനെ 1-ാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാഴ്ച പൂർവ്വസ്ഥിതിയിൽ ആയിട്ടില്ലെങ്കിലും ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. ന്യൂസ് 18 ഇടുക്കി. ആലുവ പോലീസ് സ്റ്റേഷന് മുന്നിൽ ട്രാൻസ്ജെൻഡറിന്റെ ആത്മഹത്യാ ഭീഷണി. പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള മരത്തിന് മുകളിൽ കയറിയാണ് ട്രാൻസ്ജെൻഡർ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. കളമശ്ശേരിയിൽ താമസിക്കുന്ന അന്നയാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. ഉപദ്രവിക്കുന്നവർക്കെതിരെ പരാതി കൊടുത്തിട്ടും പോലീസ് നടപടിയെടുക്കുന്നില്ല എന്നാണ് ആരോപണം. വിവരങ്ങളുമായി വിനീത വിജി ചേരുന്നു. വിനീത, എന്താണ് അവിടെ സംഭവിച്ചത്? അവരെ താഴെ ഇറക്കാനായിട്ടുണ്ടോ? എന്താണ് അവസ്ഥ?
നിലവിലും അവർ ഈ ആത്മഹത്യാ ഭീഷണി മുഴക്കുക തന്നെയാണ്. അവർ ഈ പോലീസ് സ്റ്റേഷന് സമീപമുള്ള ഒരു മരത്തിന് മുകളിൽ കയറി നിന്ന് താൻ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുമെന്നാണ് ഇപ്പോൾ ഭീഷണി മുഴക്കുന്നത്. ഏതാണ്ട് 2-3 ദിവസം മുൻപ് ഇവർക്കെതിരെ ചില ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഈ അന്നയും അവർക്കൊപ്പമുള്ള മറ്റു ട്രാൻസ്ജെൻഡറെയും വധിക്കുമെന്നും അവരെ ക്രൂരമായി മർദ്ദിക്കുമെന്നും അടക്കമുള്ള ചില ആരോപണങ്ങൾ അവർ പറയുന്നുണ്ട്. അങ്ങനെ അത്തരത്തിൽ ചിലർ അവരെ ഭീഷണിപ്പെടുത്തിയെന്നാണ് അവർ പരാതിയിൽ പറയുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവർ ആലുവ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. എന്നാൽ പരാതി നൽകിയിട്ട് ആ പരാതിക്കാരെ വിളിച്ചു വരുത്താനോ അവർക്കെതിരെ നടപടിയെടുക്കാനോ പോലീസ് ഇനിയും തയ്യാറായിട്ടില്ല. പോലീസിന് ഈ പരാതിയോട് ഒരു മൃദു സമീപനമാണ് ഉള്ളതെന്നും ഈ ട്രാൻസ്ജെൻഡർ വിഭാഗം അവർ നമ്മളോടിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഞങ്ങൾ പരാതി നൽകിയിട്ടുള്ളതെന്ന് അവർ പറയുന്നു. എങ്കിൽ പോലും ഇനിയും ഞങ്ങൾക്കൊരു സുരക്ഷിതത്വം ഉറപ്പാക്കാൻ പോലീസിന് കഴിയുന്നില്ല. ഞങ്ങൾക്ക് എതിരെയുള്ള ആളുകളെ ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്താനോ വിനീത, ഇതാ ഈ സംഭവത്തിലേക്ക് നയിച്ച കാരണങ്ങളാണല്ലോ. ഇപ്പോൾ എന്താണ് പോലീസിന്റെ നിലപാട്? അവിടെ പോലീസ് തമ്പടിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷന് മുന്നിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. എപ്പോഴാണ് ഇവർ മരത്തിന് മുകളിൽ കയറിയത്? പോലീസിന്റെ നിലപാട് ഇപ്പോഴെന്താണ്? തീർച്ചയായും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാം. സംഭവത്തെക്കുറിച്ച് ഒരു നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതേസമയം പോലീസിന്റെ ഭാഗത്തുള്ളത് ഒരു മൃദു സമീപനമാണ്. ഇത്തരത്തിൽ പറയുമെങ്കിലും ഇനി പരാതി നൽകിയിട്ട് ഇത്രയും നാളുകളാകുന്നു, ഇനിയും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് അന്ന പറയുന്നത്. ഇതേ തുടർന്നാണ് അവർ ഇപ്പോൾ മരത്തിന് മുകളിൽ കയറി നിൽക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ട്രാൻസ്ജെൻഡറും അവിടെ എത്തിയിട്ടുണ്ട്. ഇവരെ താഴേക്ക് ഇറക്കുന്നതിന് മറ്റുമായിട്ടുള്ള ഒരു ശ്രമം ഇപ്പോൾ അവിടെ നടക്കുകയാണ്. ശരി, തുടരുക വിനീത. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. അന്ന ആലുവ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ആത്മഹത്യാ ശ്രമം. പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല എന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആത്മഹത്യാ ശ്രമം നടക്കുന്നത്. ഇപ്പോൾ അന്നയുടെ സുഹൃത്ത് അവന്തിക നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അവന്തിക, എന്താണ് അന്നയ്ക്ക് സംഭവിച്ചത്? അന്നയ്ക്ക് നേരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് പോലീസിനോട് പരാതിപ്പെട്ടിട്ട് പോലും നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് അറിഞ്ഞത്. എന്താണ് അന്നയ്ക്ക് നേരിട്ട ബുദ്ധിമുട്ട്? ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ? അന്ന എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്റെ വളരെ അടുത്തപ്പെട്ട സുഹൃത്താണ്. ആ സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഒരു പരാതി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ പരാതിമേല് പോലീസ് ഇതുവരെ ആക്ഷൻ എടുത്തിട്ടില്ല. പോലീസ് പറയുന്ന ന്യായം എന്താ വെച്ചാൽ 7 ദിവസമുണ്ട്, പരാതി കിട്ടിയതിന് ശേഷം 7 ദിവസം ഉണ്ടല്ലോ, 7 ദിവസത്തിനുള്ളിൽ ചെയ്യാന്നാണ്. പക്ഷെ ആ കുട്ടിക്ക് നേരെ വധശ്രമത്തിന്റെ കുറച്ച് ഭീഷണികളും മുഴക്കിയ കാരണമാണ് അത്തരത്തിൽ കേസ് എടുത്തിരിക്കുന്നത്. ആ കേസ് എടുക്കാനായിട്ട് പരാതി സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷെ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ച അന്നെ ഇന്നും പോലീസ് സ്റ്റേഷനിൽ എത്തി പോലീസുകാരോട് കാര്യം അന്വേഷിക്കും, ഇന്ന് തന്നെ കേസ് എടുക്കണം, എനിക്ക് നീതി വേണം, എന്നെ കൊല്ലും വെട്ടും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന വ്യക്തമായി ആ ആളുകൾ ആരാണെന്ന് അറിഞ്ഞിട്ടും അവരുടെ പേരുകൾ ഉൾപ്പെടെ അഡ്രസ്സ് ഉൾപ്പെടെയാണ് അന്ന സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ അലംഭാവം കാണിച്ചുകൊണ്ടാണ് അതിൽ പ്രതിഷേധിച്ചാണ് അന്ന ഇപ്പോ ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷന്റെ താഴെ തന്നെയുള്ള അവന്തിക, ഈ അന്നയ്ക്ക് നേരിടുന്ന ബുദ്ധിമുട്ട് സംബന്ധിച്ച് നമ്മളോട് കുറച്ചുകൂടി വിശദമായി സംസാരിക്കാൻ പറ്റുമെങ്കിൽ പറയുക. എന്താണ് പോലീസ് അതിന് നടപടിയെടുക്കാത്തത്? അവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാകാഞ്ഞിട്ടാണോ, അതോ ഈ സമൂഹത്തോടുള്ള അവരുടെ സമീപനത്തിന്റെ ഭാഗമായിട്ടാണോ? അതെ, നമ്മുടെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ള പോലീസിന്റെ ഒരു മനോഭാവം തന്നെ അത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു സമീപനമാണ് ഇപ്പൊ ഞാനായ പോലും കംപ്ലൈന്റ് കൊടുത്താൽ പോലും ഇത്തരത്തിൽ അലംഭാവം കാണിക്കുന്നത് നമ്മൾ ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ള ചില പോലീസുകാരെ ട്രാൻസ്ഫോബിക് ആയിട്ടുള്ള പെരുമാറ്റമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തില് കംപ്ലൈന്റ് എടുക്കാനൊക്കെ താമസിച്ചത്. എന്തായിരുന്നു, ആരിൽ നിന്നാണ് അന്നയ്ക്ക് ഭീഷണിയുള്ളത്? അന്നയ്ക്ക് ഏതോ ഗുണ്ട സംഘത്തിൽപ്പെട്ട ആളുകളായിട്ടായിരുന്നു, അവരായിട്ട് എന്തോ ഭീഷണി ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത് കംപ്ലൈന്റ് കൊടുത്തത്. അപ്പൊ ആ ഗുണ്ടാ സംഘത്തിലുള്ള ആൾക്കാർ വീട്ടിൽ വരികയും അവിടെ വീടിന്റെ വാതിൽ മുട്ടി ഭീഷണി മുഴക്കുകയും ഇനി നിന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടില്ല ഞങ്ങൾ തീർക്കും, അത്തരത്തിലൊക്കെ ഭീഷണിയൊക്കെ മുഴക്കിയിട്ട് തുടർന്നാണ് ഈ കുട്ടി കംപ്ലൈന്റ് കൊടുക്കാൻ പോയത്.
നേരത്തെ സജന ഷാജി ബിരിയാണി വിറ്റ് ജീവിക്കുകയായിരുന്നു. പക്ഷേ വലിയ ബുദ്ധിമുട്ട്, വിൽപ്പനയ്ക്ക് ഉൾപ്പെടെ തടസ്സം നിൽക്കുന്ന രീതിയിൽ അവിടെ കുറെ പേർ ബുദ്ധിമുട്ടിക്കുന്നു. അതിലും പരാതി കൊടുത്ത് പോലീസ് ഇടപെടുന്നില്ല. പിന്നീട് ലൈവിലൂടെയൊക്കെ വന്ന് ഈ പ്രശ്നങ്ങൾ പറയുമ്പോഴാണ് പൊതുസമൂഹം ഇടപെട്ട് പിന്നീടാണ് പോലീസ് നടപടി ഉണ്ടാകുന്നത്. ഇതൊരു സ്ഥിരം സംഭവമായി മാറുകയാണോ? അതെ, ഇത് കൃത്യമായിട്ട് പോലീസിന്റെ അജണ്ടയാണെന്ന് തോന്നുന്നു നമുക്ക്. കാരണം എന്ന് വെച്ചാല് ഇത്തരത്തിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് കംപ്ലൈന്റ്സ് ഉണ്ടാവുമ്പോൾ കംപ്ലൈന്റ് എടുക്കാനായിട്ട് വൈകിപ്പിക്കണം. മാത്രമല്ല, ഈ ഒരു ആണിനോ പെണ്ണിനോ കിട്ടേണ്ട നീതി തന്നെയാണ് നമുക്കും വേണ്ടത്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന അതേ നിയമം തന്നെയാണ് നമുക്കും ബാധകമായിട്ടുള്ളത്. ആ നിയമം അനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കാനേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. അത്തരത്തിൽ പോലീസുകാരിലൊരു ട്രാൻസ്ഫോബിക് ആയിട്ടുള്ള ഒത്തിരി പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. എന്താണെന്ന് ഇതേക്കുറിച്ചുള്ള അറിവില്ലായ്മയും ബോധവൽക്കരണത്തിന് കുറവ് മൂലമൊക്കെ ട്രാൻസ്ഫോബിക് ആയിട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇത്തരത്തിൽ അലംഭാവം കാണിക്കുന്നതും നമുക്കെതിരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതിനെതിരെ ആക്ഷൻ എടുക്കാനൊക്കെ വൈകിപ്പിക്കുന്നത്. ശരി, അവന്തിക, വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. വിനീത വിജി തുടരുന്നുണ്ട്. വിനീത, കേസെടുക്കണം, പോലീസ് നടപടിയാണ് ആവശ്യം. അപ്പോൾ പോലീസിൽ നിന്നൊരു ഉറപ്പ് ലഭിച്ചാൽ അവിടെ നിന്നും താഴെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ. പോലീസ് അങ്ങനെ ഒരു ഉറപ്പ് നൽകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ലേ? തീർച്ചയായും അങ്ങനെ ഒരു ഉറപ്പ് അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവർ ഇപ്പോൾ പറയുന്നത്. അതായത് പോലീസിന് പരാതി നൽകി ഇത്രയും ദിവസമായിട്ടും ഇനിയും നടപടി ഉണ്ടായിട്ടില്ല. ഇതേ തുടർന്നാണ് ഈ അന്ന വീണ്ടും ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നത്. താൻ നൽകിയ പരാതിയുടെ പുറത്ത് എന്തെങ്കിലും നടപടി എടുക്കണമെന്നും ഒപ്പം തന്നെ അവർ വീണ്ടും ഭീഷണി മുഴക്കുന്നുവെന്നും ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അത്തരമൊരു നടപടിയിലേക്ക് പോലീസ് നീങ്ങാതെ, അതായത് പരാതി ലഭിച്ചാൽ 7 ദിവസത്തിനുള്ളിൽ നടപടി എടുത്താൽ മതിയാകുമെന്നും അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്നും മാത്രമാണ് പോലീസ് പറയുന്നത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരം ഒരു മൃദു സമീപനമാണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ അവർ മാറ്റി നിർത്തുന്നു. അവർക്കെതിരെ ഉയരുന്ന ഇത്തരം പ്രശ്നങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയാൽ പോലും അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് അവരുടെ വിഭാഗത്തിൽ നിന്ന് നമുക്കിപ്പോൾ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ അവർ വധിക്കുമെന്നടക്കമുള്ള ഭീഷണികൾ തന്നെ രാത്രി അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇവർ എത്തുകയും വാതിലിൽ മുട്ടി അവരെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ കൊല്ലുമെന്നടക്കം പറയുന്നു. വീട്ടിന് പുറത്തു നിന്ന് പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്നൊക്കെയാണ് ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു പരാതി ലഭ്യമായിട്ട് പോലും ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി ഇനിയും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അനുനയിപ്പിച്ച് താഴെയിറക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. ആലുവ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ട്രാൻസ്ജെൻഡറിന്റെ പ്രതിഷേധം. ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല VC നിയമന വിഷയത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പിന്തുണയുമായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. വെള്ളാപ്പള്ളിക്കെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തിയത് ഇടത് ലീഗ് മുഹബത്തിന്റെ പേരിലാണ്. പാലാരിവട്ടം പാലം അഴിമതി കേസിന്റെ പേരിൽ CPM ലീഗ് ബന്ധം വീണ്ടും സജീവമാവുകയാണെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. അത് മതപരമായ അജണ്ട എന്നുള്ള നിലക്കാണ് KT ജലീലിൻ്റെയും LDF സർക്കാരിൻ്റെയും നിലപാടിനെതിരെ SNDP വിമർശനമുയർത്തിയപ്പോൾ മുസ്ലിം ലീഗ് രംഗത്ത് വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതിൽ മതമുണ്ട്, ഇതിൽ രാഷ്ട്രീയമുണ്ട്. മുസ്ലിം ലീഗിൻ്റെ ഈ നീക്കത്തിന് പിന്നിൽ, നിലപാടിന് പിന്നിൽ മതവുമുണ്ട്, രാഷ്ട്രീയമുണ്ട്. രണ്ടും കൂട്ടിക്കലർന്ന ഒരു നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിച്ചത്. ആരോഗ്യവകുപ്പിൽ വീണ്ടും കൂട്ടപ്പിരിച്ചുവിടൽ. 432 ജീവനക്കാരെ പിരിച്ചുവിട്ടു. 385 ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരെയാണ് പിരിച്ചുവിട്ടത്. അനധികൃതമായി ലീവിൽ തുടർന്നതിനാലാണ് നടപടിയെന്ന് ആരോഗ്യമന്ത്രി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നവരാത്രി ആഘോഷങ്ങൾക്ക് കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. കുട്ടികളും പ്രായമായവരും പുറത്തിറങ്ങാൻ പാടില്ല. ആഘോഷങ്ങൾക്ക് ആൾക്കൂട്ടം ഒഴിവാക്കണം. വിദ്യാരംഭത്തിനും കോവിഡ് മാർഗനിർദ്ദേശം പാലിക്കണം. കേന്ദ്ര മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നവരാത്രി ആഘോഷങ്ങൾക്ക് ആരോഗ്യവകുപ്പ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ആഘോഷങ്ങൾക്ക് ആൾക്കൂട്ടം പാടില്ല. വീട്ടിലോ 2-3 കുടുംബങ്ങൾ ചേർന്നുള്ള ഗ്രൂപ്പുകളായോ മാത്രം മതപരമായ ചടങ്ങുകൾ നടത്താം. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ വീടുകൾക്ക് പുറത്ത് ആഘോഷം പാടില്ല. കുട്ടികളും 65 വയസ്സിന് മുകളിലുള്ളവരും വീട്ടിൽ തന്നെ കഴിയണം. വിദ്യാരംഭത്തിനും കോവിഡ് മാർഗനിർദ്ദേശം പാലിക്കണം. ഒരു കുട്ടിയുടെ നാവിൽ ആദ്യാക്ഷരം കുറിക്കുന്ന വസ്തുക്കൾ വീണ്ടും ഉപയോഗിക്കരുത്. ക്ഷേത്രങ്ങളും സ്ഥാപനങ്ങളും വിദ്യാരംഭ ചടങ്ങുകൾക്ക് എത്തുന്നവരുടെ ഫോൺ നമ്പർ സൂക്ഷിക്കണം. ആൾക്കൂട്ടം ഒഴിവാക്കാൻ വിദ്യാരംഭത്തിനെത്തുന്നവർക്ക് നേരത്തെ സമയം നിശ്ചയിച്ചു നൽകണം. വിദ്യാരംഭം നടത്തുന്ന സ്ഥലങ്ങളിൽ താപനില പരിശോധിക്കാൻ സംവിധാനം ഒരുക്കണം. ആളുകൾ 6 അടി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് സ്ഥിതി വിലയിരുത്താനെത്തിയ കേന്ദ്ര സംഘം തിരുവനന്തപുരം ജില്ലയിൽ സന്ദർശനം തുടരുകയാണ്. സംസ്ഥാന കൺട്രോൾ റൂം സന്ദർശിച്ച സംഘം പൊതുസ്ഥിതി വിലയിരുത്തി. തിരുവനന്തപുരം ജില്ലാ കളക്ടറുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും സംഘം കൂടിക്കാഴ്ച നടത്തി. വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിലെ CFLTCയും സന്ദർശിച്ചു. നാളെ തൃശൂർ
സന്ദർശിക്കും. മറ്റന്നാൾ എറണാകുളത്തും സംഘം സന്ദർശനം നടത്തും. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 74 ലക്ഷം കടന്നു. 74,32,681 പേർക്കാണ് ഇതുവരെ രോഗം ബാധിച്ചത്. 24 മണിക്കൂറിനിടെ 62,212 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ 837 പേരുടെ മരണവും സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 1,12,998. കോവിഡ് ചികിത്സയ്ക്ക് ശേഷം മടങ്ങിയെത്തിയ പെൺകുട്ടിയെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി. എറണാകുളം ഷേണായിസ് റോഡിലെ വനിതാ ഹോസ്റ്റലിൽ നിന്നാണ് പെൺകുട്ടിയെ പുറത്താക്കിയത്. 10 മിനിറ്റിനുള്ളിൽ ഹോസ്റ്റൽ വിട്ട് ഇറങ്ങണമെന്ന് വാർഡൻ നിർദ്ദേശിച്ചെന്ന് പെൺകുട്ടി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് നടപടിയെടുക്കുമെന്ന് എറണാകുളം ACP ലാൽജി പറഞ്ഞു. ക്വാറന്റൈൻ ചെയ്തിട്ടില്ലെന്നാണ്. ക്വാറന്റൈനിന് തുല്യമാണല്ലോ ഞാനിപ്പോ പേ ചെയ്ത് എവിടെയെങ്കിലും നിൽക്കുന്നത്. ആള് പറയുന്നത് ഇവിടെ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലാണ്. ഞാൻ പറഞ്ഞു ഞാൻ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പം എന്റെ കമ്പനി ഓപ്പൺ ആകാത്തതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പൊ ഇപ്പൊ 2-3 ദിവസത്തിനുള്ളിൽ ഓപ്പൺ ആകുവാണെങ്കിൽ ഞാൻ ഇത്രയും ട്രാവൽ ചെയ്ത് വീട്ടിലോട്ട് പോയിട്ട് തിരിച്ചു വരേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ആളത് സമ്മതിച്ചില്ല. എന്നോട് അവിടുന്ന് 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങി പോകാനാ പറഞ്ഞത്. ആൾ എന്നോട് അത്ര ഹാർഷായിട്ടാണ് പറഞ്ഞത്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ തന്നെ ആൾ എന്നെ വന്നു കൂട്ടി അവരുടെ വീട്ടിലാണ് എന്നെ കൊണ്ടുവന്ന് നിർത്തിയത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രോസിക്യൂഷൻ തന്നെ കോടതി മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചത് ഞെട്ടിക്കുന്ന സംഭവമെന്ന് WCC. കോടതി പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് പ്രോസിക്യൂട്ടർ തന്നെ സംശയിക്കുന്നു. സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ട കേസിൽ 3 വർഷമായി തുടരുന്ന നീതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ഇനിയും അനിശ്ചിതത്വം വിതയ്ക്കപ്പെടുന്നത് ദുരന്തമാണ്. ഇക്കാര്യത്തിൽ പൊതുസമൂഹവും മുഖ്യമന്ത്രിയും അടിയന്തരമായി ഇടപെടണമെന്നും WCC ഫേസ്ബുക്ക് പോസ്റ്റിൽ ആവശ്യപ്പെട്ടു. നീതിക്ക് വേണ്ടിയുള്ള ഈ ദുസ്സഹമായ കാത്തിരിപ്പിന് അറുതി വരുത്തുക എന്നത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്വമല്ല. ഈ രാജ്യത്തെ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഭാവിയിൽ കരുതലുള്ള മുഴുവൻ പേരുടെയും ഉത്തരവാദിത്തമായിരിക്കണമെന്നും WCC ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കോവിഡ് രോഗികൾക്കായുള്ള ആൻഡ്രോയിഡ് കുഞ്ഞപ്പനെ ഇനി പരിചയപ്പെടാം. വിവരങ്ങൾ ശേഖരിക്കാനും കോവിഡ് രോഗിക്ക് ഡോക്ടറുമായി സംസാരിക്കാനുമെല്ലാം ഈ റോബോട്ടിലൂടെ കഴിയും. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച റോബോട്ട് മെഡിക്കൽ കോളേജിന് കൈമാറി. ഈ റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. മെഡിക്കൽ കോളേജിലെ പുതിയ താരമാണ് ഈ റോബോട്ട്. കോവിഡ് രോഗികളുടെ വിവരങ്ങൾ ശേഖരിക്കും, സന്ദേശങ്ങൾ കൈമാറും. റോബോട്ടിലെ ടാബിലൂടെ രോഗിക്ക് ഡോക്ടറുമായി സംസാരിക്കാം. ജോയിസ്റ്റിക് ഉപയോഗിച്ച് റോബോട്ടിനെ നിയന്ത്രിക്കാം. ഇനി നിയന്ത്രിക്കാൻ ആളില്ലെങ്കിൽ ഓട്ടോണമസ് നാവിഗേഷൻ ഉപയോഗിച്ച് സ്വയം സഞ്ചരിക്കും. തീർന്നില്ല റോബോട്ടിന്റെ വിശേഷങ്ങൾ. കൈ കാണിച്ചാൽ സാനിറ്റൈസറും റോബോട്ട് തരും. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് റോബോട്ട് രൂപകൽപ്പന ചെയ്തത്. എംടെക് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ വിദ്യാർത്ഥികൾ 80,000 രൂപ മുടക്കിയാണ് റോബോട്ടിനെ നിർമ്മിച്ചത്. എന്തായാലും രോഗികൾക്കിടയിൽ ഓടിത്തളർന്ന ആരോഗ്യ പ്രവർത്തകർക്ക് റോബോട്ട് കൈത്താങ്ങാകുമെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ പ്രതീക്ഷ. ന്യൂസ് 18 തിരുവനന്തപുരം.